ഡ്രീമം വേക്കപ്പം ക്രിട്ടിക്കൽ കണ്ടീഷനും ബോറടിക്കുമ്പോൾ അങ്ങ് വടക്കേ ഇന്ത്യയിൽ പോയി ബോംബിടുന്ന രാജുവേട്ടൻ അവിടെ ആദ്യമായി നിക്ഷേപിച്ചാണ് ബോംബ്. ആൻഡ് ടു ബി ഓണസ്റ്റ്, ബോളിവുഡിലെ നായികമാരെയൊക്കെ വെറും ഷോപ്പീസ് ആക്കി വെച്ചതുകൊണ്ട് അവർ അനുഭവിച്ചു എന്ന് പറയപ്പെടുന്ന എല്ലാ മോശം അനുഭവങ്ങളും നമ്മുടെ രാജുവേട്ടൻ ഈ ഒരൊറ്റ പടത്തിൽ അനുഭവിച്ച് തീർത്തിട്ടുണ്ട്. രാജുവേട്ടന്റെ ബോഡിയിൽ ഇനി ഒപ്പിയെടുക്കാൻ ഒന്നും ബാക്കിയില്ല. യെസ് ഗൈസ്, ഇറ്റ്സ് എ ജെൻഡർ റിവേഴ്സ് മൂവി. അതായത് സാധാരണ നായകന്മാരെ ഐക്കാൻഡിയാക്കി വെച്ച് നായകന്മാര് പ്രേമിക്കുന്നതാണല്ലോ പതിവ്. പക്ഷെ ഇതിൽ നായകനെ ഒരു ഐക്കാൻഡിയാക്കി വെച്ച് നായിക പ്രേമിക്കും. അപ്പൊ പടം തുടങ്ങുമ്പോൾ തന്നെ ഇതിലെ നായിക റാണി മുഖർജിയുടെ വീട് കാണിച്ചുകൊണ്ടാണ് അച്ഛനും അമ്മയും അമ്മൂമ്മയും അനിയനും അടങ്ങുന്ന ഒരു പാവപ്പെട്ട കുടുംബം. ആൻഡ് അവളുടെ ആ വീടിന്റെ മുന്നിലാണ് അവിടുത്തെ നാട്ടുകാരെല്ലാം വന്ന് വേസ്റ്റ് കൊണ്ട് തട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഫുൾ ടൈം വേസ്റ്റ് ചെയ്ത് നടന്നൊരു പാവപ്പെട്ട കുടുംബമാണ് റാണിയുടേത്. പാവപ്പെട്ട കുടുംബമാണെങ്കിലും ആ വീട്ടിലെ അമ്മൂമ്മയ്ക്ക് ഉരുട്ടി കളിക്കാൻ വേണ്ടി സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ വീൽ ചെയർ ആണ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല അവരുടെ പോയ പല്ലിന് പകരം പ്ലാസ്റ്റിക്കും റബ്ബറും ഒന്നുമല്ല, നല്ല 916 സ്വർണ്ണ പല്ലാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഇത് എത്ര നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് അസറ്റ് ക്ലാസ് ആണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതില്ലേ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് റാണിക്ക് ഒരു ആർട്സ് കോളേജിൽ ലൈബ്രറിയനായി ജോലി കിട്ടുന്നത്. ആൻഡ് ആ കോളേജിൽ അവളോടൊപ്പം പണിയെടുക്കുന്ന മറ്റൊരു അപരാധമാണ് ഈ മൈന. സോ അവര് രണ്ടുപേരും എല്ലാ കോളേജിലെ സ്റ്റാഫ്സും പണിയെടുക്കുന്ന പോലെ ആത്മാർത്ഥമായി അവരുടെ പണിയെടുക്കുകയാണ്. ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ഒരു സെന്റ് ബോട്ടിൽ പൊട്ടിയ പോലെ ഒരു മണം വരുന്നത്. അതോടെ ഇതുവരെ വീട്ടിലെ വേസ്റ്റ് മാത്രം മണത്ത് വളർന്ന റാണിക്ക് ഈ മണം കിട്ടിയതും ഇത് എവിടുന്ന വരുന്നേ എന്ന് അറിയാൻ വേണ്ടി എത്തി നോക്കുകയാണ്. അപ്പോഴാണ് ആ ലൈബ്രറി മൊത്തം പുകച്ചുകൊണ്ട് തമിഴ് യുവാവായ നമ്മുടെ രാജുവേട്ടന്റെ ഇൻട്രോ. മൂപ്പര കോളേജിലെ ഒരു സ്റ്റുഡന്റ് ആണ്. സോ ആദ്യ മണക്കലിലെ പ്രണയം എന്ന പോലെ രാജുവേട്ടന്റെ ആ മണത്തിൽ റാണി അങ്ങ് വീണു പോവുകയാണ്. അതോടെ അവൾ രാജുവേട്ടന്റെ പിന്നാലെ വീരസ്വാമിയെ സരസ് മണപ്പിച്ച് നടന്ന പോലെ നടക്കാൻ തുടങ്ങും. യെസ് ഗൈസ്, വീരസ്വാമിയുടെ മുണ്ടും തോർത്തും ചീർപ്പും സരസെടുത്ത് മണത്ത പോലെ ഇവിടെ റാണി രാജുവേട്ടൻ തൊട്ട ബുക്ക് എടുത്ത് മണക്കുന്നു. മൂപ്പർ ഉപയോഗിച്ച ടിഷ്യൂ എടുത്ത് മണക്കുന്നു. മൂപ്പരുടെ ബ്രഷ്, പെയിന്റിങ്, രാജുവേട്ടന്റെ തോർത്ത്, അങ്ങനെ മണത്ത് മണത്ത് അവൾ പുളകം കൊള്ളുകയാണ്. ഇനി ഇതൊന്നും പോരഞ്ഞിട്ട് അവള് വേഷം മാറി രാജുവേട്ടനെ സ്റ്റാക്ക് ചെയ്ത് പോയി മൂപ്പരുടെ വീട്ടിൽ കയറി അങ്ങേരുടെ ഷർട്ടും പാന്റും എടുത്ത് മണക്കും. മാത്രമല്ല അയില് സുരേഷേട്ടൻ അമ്മി ജാക്സന്റെ തുണി പൊക്കി എടുത്ത് കൊണ്ടുപോയ പോലെ ഇതിൽ ഈ മണപ്പാട്ടിൽ റാണി രാജുവേട്ടന്റെ ഒരു തുണിയും പൊക്കി വീട്ടിൽ കൊണ്ടുപോകും മണക്കാൻ. എന്തൊക്കെ തരം മനുഷ്യന്മാരാണല്ലേ. ഇനി മണക്കലൊന്നും പോരഞ്ഞിട്ട് ഇവൾക്ക് രാജുവേട്ടനെ പറ്റി വേറെ എന്തൊക്കെയോ ഫാന്റസീസ് ആണ്. അതായത് രാജുവേട്ടൻ ഇതിലൊരു തമിഴനായിട്ടാണല്ലോ അഭിനയിക്കുന്നത്. അതുകൊണ്ട് അവൾ രാത്രി ഏതൊക്കെയോ തമിഴ് ഏപ്പടമൊക്കെ ഇരുന്ന് കണ്ട് അതിലെ പോലെ പാവം നമ്മുടെ രാജുവേട്ടനെ വെച്ചൊരു ഐറ്റം ഡാൻസ് ഒക്കെ ആലോചിക്കും. എടാ, ബാലയ നായികമാരെയൊക്കെ വെച്ച് കളിപ്പിക്കുന്ന സ്റ്റെപ്പ് ഒക്കെയാണ് ഇതിൽ റാണി നമ്മുടെ രാജുവേട്ടനെ വെച്ച് കളിപ്പിച്ചത്. പിന്നെ ഉള്ളത് പറയാമല്ലോ, രാജുവേട്ടൻ ഏറ്റവും നന്നായി യൂസ് ചെയ്ത പാട്ട് ഇതാണ്. ഇനി യൂസ് ചെയ്യാൻ അങ്ങേരിൽ ഒന്നും ബാക്കിയില്ല. എടാ, ഞങ്ങളുടെ മലയാളത്തിലൊരു സൂപ്പർ സ്റ്റാറിനെ ആടാ നിങ്ങൾ അവിടെ ഉടുതുണിക്ക് മറുതുണി ഇല്ലാതെ കിടന്ന് തുള്ളിപ്പിക്കുന്നത്. സോ ഗൈസ്, അങ്ങനെ രാജുവേട്ടൻ ആലോചിച്ച് ഇങ്ങനത്തെ ഡ്രീം വേക്കപ്പം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അത് സംഭവിക്കുന്നത്. അതെന്താന്ന് വെച്ചാൽ റാണിക്ക് ഒരു കല്യാണാലോചന വരികയാണ്. തങ്കം പോലത്തെ ഒരു പയ്യൻ. ആൻഡ് റാണിയും അവനും തമ്മിലുള്ള കല്യാണം സെറ്റ് ആവുകയും ചെയ്യും. ബട്ട് ഗൈസ്, അവിടെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ കല്യാണം ഉറപ്പിച്ചിട്ട് പോലും നമ്മുടെ രാജുവേട്ടന്റെ മണം മറക്കാൻ റാണിക്ക് കഴിയുന്നില്ല. അതായത് ഒരു ദിവസം റാണി അവളുടെ കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ ഒപ്പം ഒരു ഡേറ്റിന് പോകും. അപ്പൊ ആ ഡേറ്റിൽ അവൻ അവൾക്കൊരു പാട്ട് പാടിക്കൊടുക്കും. ബട്ട് ഗൈസ്, ആ പാട്ടിൽ വരെ റാണി രാജുവേട്ടനാണ് ഫാന്റസൈസ് ചെയ്യുന്നത്. ഇതൊക്കെ റാണിയുടെ ചെറിയ ഫാന്റസീസ്. ഇവളുടെ ബാക്കി ഫാന്റസീസിനൊക്കെ പറ്റി പറയാൻ തുടങ്ങിയാൽ 200 പേജിന്റെ വരിയിടാത്തൊരു ബുക്ക് തികയാതെ വരും. അതായത് ഇപ്പൊ ഈ റാണി അവളുടെ വണ്ടിക്ക് പെട്രോൾ അടിക്കാൻ വേണ്ടി ഒരു പെട്രോൾ പമ്പിൽ കയറിയെന്ന് വിചാരിക്കുക. അവിടെ വരെ നമ്മുടെ രാജുവേട്ടൻ വന്ന് പെട്രോൾ അടിക്കുന്നതാണ് അവൾ ഫാന്റസൈസ് ചെയ്യുന്നത്.
ആൻഡ് ഇനി ഇങ്ങനെയുള്ള ഫാന്റസീസിന്റെ ഒക്കെ ഒപ്പം ഒബ്ജക്ടിഫൈങ് രാജുവേട്ടൻ.mp3 എന്ന് പറഞ്ഞൊരു പാട്ടും വെച്ച് റാണി രാജുവേട്ടന്റെ ഒരു അനാട്ടമി ക്ലാസ്സും അങ്ങ് എടുത്തു തരും. സോ ഗൈസ്, അങ്ങനെ ഇങ്ങനെയുള്ള ഫാന്റസികളുമായി പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ ദിവസം വരുന്നത്. റാണിയുടെയും ആ തങ്കം പോലത്തെ പയ്യന്റെയും എൻഗേജ്മെന്റ് ഡേ. ആ ദിവസം റാണി ആകെ ഭ്രാന്ത് പിടിച്ച് രാജുവേട്ടന്റെ മണമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് റാണി ബ്യൂട്ടീഷ്യന്റെ അടുത്ത് പോവാന്നും പറഞ്ഞ് ആ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ രാജുവേട്ടന്റെ മണത്തിന്റെ ഉറവിടം കണ്ടുപിടിക്കാൻ വേണ്ടി മണപ്പിച്ച് പിന്നാലെ പോവുകയാണ്. ഇതെന്തിനാ കഴിഞ്ഞ ജന്മത്തിൽ ഇവള് വല്ല പട്ടിയുമായിരുന്ന? ആൻഡ് ഇവളി മണപ്പിച്ച് നടക്കുന്ന ഇതേ സമയം അങ്ങ് കല്യാണ വീട്ടിലാണെങ്കിൽ ചെക്കനും കൂട്ടനും ഒക്കെ എത്തി പെണ്ണിനെ കാണാതെ ആകെ മേപ്പെട്ട് നോക്കിയിരിക്കുകയാവും. മാത്രമല്ല ആ കല്യാണ വീട്ടിൽ നിന്ന് റാണി അന്വേഷിച്ച് അവളുടെ ഫ്രണ്ട് മൈനയുടെ അടുത്ത് പോയ റാണിയുടെ ബ്രദർ വിഷയത്തിൽ നിന്ന് തെന്നി മാറി അവളുടെ ഫ്രണ്ടിന്റെ ഒപ്പം പെങ്ങളെ കാണാത്ത വിഷമം കൊണ്ടാവും. സോ ഗൈസ്, അങ്ങനെ ഈ സമയത്തൊക്കെ ആ റാണി നമ്മുടെ രാജുവേട്ടനെ ഫോളോ ആക്കി ഒരു പഴയ കെട്ടിടത്തിൽ എത്തുകയാണ്. ആൻഡ് യെസ് ഗൈസ്, അവിടെ വെച്ച് റാണി രാജുവേട്ടന്റെ മണത്തിന്റെ ഉറവിടം കണ്ടെത്തുകയാണ്. അതെന്താന്ന് വെച്ചാൽ ഇങ്ങേർക്ക് കോളേജ് കഴിഞ്ഞാൽ പാർട്ട് ടൈം ആയി ചന്ദനത്തിരി ഉണ്ടാക്കുന്ന ഫാക്ടറിയിലാണ് പണി. ആൻഡ് ആ ചന്ദനത്തിരിയുടെ മണം കാരണമാണ് റാണി ആകെ മൂടായതും സംഭവം ഇവിടെ വരെയൊക്കെ എത്തിയതും. സോ ഗൈസ്, അങ്ങനെ ഫൈനലി ആ ചന്ദനത്തിരി ഫാക്ടറിന്ന് റാണി രാജുവേട്ടനോടുള്ള ഇഷ്ടം പറഞ്ഞ് കൺവിൻസ് ആക്കുകയാണ്. അങ്ങനെ അവസാനം റാണി രാജുവേട്ടനെ കൊണ്ട് ആ കല്യാണ വീട്ടിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് മറ്റേ കല്യാണ ചെറുക്കന്റെ അടുത്ത് ചെന്ന് കാര്യങ്ങളൊക്കെ പറയും. ഇതൊക്കെ കണ്ടത് നമ്മൾ വിചാരിക്കും അവൻ അവളുടെ ചള്ളക്കിട്ടൊരെണ്ണം പൊട്ടിക്കുമെന്ന്. ബട്ട് ഇല്ല ഗൈസ്, ആ മനുഷ്യൻ ഒരൊത്ത പുരുഷനാണ്. ഈ കാര്യങ്ങളൊക്കെ കേട്ടതും ആ തങ്കം പോലത്തെ മനുഷ്യൻ റാണിയെ രാജുവേട്ടന് വിട്ടുകൊടുക്കുകയാണ്. എന്ത് പാവടാ അത്! നിനക്ക് അവന്റെ മേത്തൊരു ചന്ദനത്തിരി കത്തിച്ചു വെച്ച തീരാവുന്ന പ്രശ്നമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിനാ പാവം പിടിച്ച മനുഷ്യൻ ആശ കൊടുത്ത് ഇങ്ങനെ തേച്ചു വിട്ടത്? സോ ഗൈസ്, അങ്ങനെ ആ കല്യാണ പന്തലിൽ വെച്ച് നമ്മുടെ രാജുവേട്ടന്റെയും റാണിയുടെയും കല്യാണം നടക്കുകയാണ്. പടം കഴിഞ്ഞ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBFI, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോരാൾ, അർജുനൻ, ബലറാം, ബസ്താരദ, സ്ലൈ ലെവലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്ര കണ്ണൂർ രാജകുമാർ, നവനൂർ രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.